അതാണ് ഈ പാപ്പരായി എഴുതി കൊടുത്തു എന്ന് പറയുന്നത്. ചില കേസുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം മുൻകൂട്ടി കണ്ടാൽ എന്ത് ചെയ്യും, അവരവരുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എഴുതി മാറ്റും. എന്നിട്ട് അവരങ്ങ് പാപ്പരാകും. പിന്നെ എന്റെ അടുത്തൊന്നും തരാനില്ല എന്നുള്ള അതുവരെ പോകുന്നില്ല. പാപ്പരാകുന്നത് വരെ എന്ത് ചെയ്യും, നമ്മളുള്ള സാധനങ്ങൾ പിടിക്കാൻ പറ്റും. പല ആളുകളും ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്യാം. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും അത് കേൾക്കാൻ നല്ല ഗുമ്മുണ്ടെന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പലരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ് ഒന്നും വായിക്കൂല. അത് സിഎക്കാരനോടോ എന്താ ഉണ്ടാക്കാൻ പറയും. പിന്നെ ഭാവി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും ഇവർ അഗ്രിമെന്റ് കാണുന്നുണ്ടാവും. അതിൽ അഗ്രിമെന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ കമ്പനിയുടെ കംപ്ലയൻസസ് ഭയങ്കര കൂടുതലാണ് അല്ലെ. പാർട്ണർഷിപ്പ് വേണ്ടോ, ജസ്റ്റ് ഒരു അഗ്രിമെന്റിന്റെ പുറത്ത് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഇതിന്റെ ഒരു മിക്സ് ആണ് നമ്മളൊരു സങ്കരയിൻ എന്നൊക്കെ പറയും. അതേപോലെ ഇതിന്റെ ഒരു മിക്സ് ആണ് ശരിക്കും ഏത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം. നമ്മളുടെ ഒരു ഉദ്ദേശം ഭാവിയിൽ ഈ കമ്പനി ഭയങ്കര വലുതാക്കണം, പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സ് വരണം, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വരണം. അവരൊക്കെ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഏതാണ്? കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ അവിടെ ഷെയർസ് ഒക്കെ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാം, അവർക്ക് പെട്ടെന്ന് കമ്പനിയിലോട്ട് ഇന്നാവാം. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യാൻ മെമ്പർഷിപ്പ് ICAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അപ്പൊ ഒരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാന്നും ഉണ്ടോ? ഇല്ല, അങ്ങനെ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രമാണ് ഈ ഓഡിറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, പക്ഷെ അവിടെ നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻ ആയിരിക്കണം, കുറച്ചും കൂടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതിലോട്ട് പോകേണ്ടത്. അപ്പൊ ഞാൻ ചില ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ബില്ലിൽ GST കാണും, ചില ഹോട്ടലിൽ GST ചോദിക്കാറില്ല. അപ്പോൾ എന്താണ്, ഞാൻ ഒരു ഹോട്ടലിൽ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്, മറ്റൊരിടത്ത് ആസ് എ കസ്റ്റമർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല, ഇതെന്താണ് വ്യത്യാസം? അതായത് ഒന്ന് എന്തായിരിക്കും, അവരുടെ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കഴിഞ്ഞു എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു റീസൺ. GST ചിലപ്പോൾ ലാബിലായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവില്ല. ഒരുപാട് ഹോട്ടൽ അങ്ങനെ ഉണ്ട്. രണ്ടാമത്തത്, 2 റേറ്റ് ഉണ്ട്, 2 തരത്തിൽ ടാക്സ് ഉണ്ട്. കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, റെഗുലർ ഉണ്ട്. റെഗുലർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒറിജിനൽ GSTക്ക് ഓരോ പ്രോഡക്റ്റിനും സർവീസിനും റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രോഡക്റ്റിന് ഇത്രേ പൈസ ഈടാക്കാൻ പറ്റുള്ളൂ, അതിന് ലിമിറ്റ് ഉണ്ട്, അതിന് ഇത്ര ശതമാനം, ചിലത് 5% ആയിരിക്കും, ചിലത് 18 ആയിരിക്കും, അങ്ങനെ ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആ റേറ്റിന് ആ പ്രോഡക്റ്റിന് കൊടുത്ത് റെഗുലർ ആയിട്ട് ടാക്സ് പേ ചെയ്യുന്നത് നമ്മൾ റെഗുലർ ടാക്സ് പേയേഴ്സ് എന്ന് പറയും. ഓക്കെ. പിന്നെ ഒന്ന് കോമ്പോസിഷനാണ്. ശരിക്കും ഗവൺമെന്റ് ഈ ചെറുകിട ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അപ്പൊ അതിലൊരു അപ്പർ ലിമിറ്റ് ഉണ്ട്, ഒരു 1.5 കോടി വരെയൊക്കെ അവിടെ ഇതില്ല, ഈ പ്രൊഡക്റ്റുകൾക്ക് സ്പെസിഫിക് 1%. അതായത് നോർമലി ട്രേഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1%, ഹോട്ടലിന്റെ കേസ് 5%. അതായത് ഓരോ പ്രൊഡക്റ്റിനും വേറെ ടാക്സ് ആയിട്ട് 1%. റേറ്റ്. അപ്പൊ ചെറുകിട ബിസിനസ്സുകാർക്ക് ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ എല്ലാം പാടായിരിക്കും. അത് എളുപ്പമാണ് ഈ പറഞ്ഞ 1% ആയതുകൊണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, ബാങ്കിൽ വരുന്നതിന് മാത്രം എടുത്തിട്ട് 1% എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും, അവിടെ തീർന്നു പരിപാടി, ബാക്കി അങ്ങോട്ട് ഒഴിവാക്കും. അതുപോലെ ഈ 1% കൂടൂല, അതാണ് കൂടൂല, 5 ആവില്ല. പക്ഷെ അടുത്ത ബുദ്ധിമുട്ട് എന്താണ്, അത് കസ്റ്റമറുടെ അടുത്ത് വാങ്ങാൻ പറ്റില്ല, അത് ഇയാളുടെ എക്സ്പെൻസാ. മറ്റേടത്ത് അത് കസ്റ്റമർ അടുത്ത് നിന്നാണ് നമ്മൾ GST ഈടാക്കുന്നത്, ഇയാൾക്ക് അത് എക്സ്പെൻസ് അല്ല. ഇവിടെ ITCയും കിട്ടൂല, ഇൻപുട്ട് ടാക്സ് നമ്മൾ നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്ന GST ഉണ്ടെങ്കിൽ അതും കിട്ടൂല. കസ്റ്റമർക്ക് നമ്മൾ GSTയുടെ ലാബിലിറ്റി കൊടുക്കാനും പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ചെറുകിട സംരംഭകനെ സംബന്ധിച്ച് അയാൾ ഹോട്ടൽ നടത്തുമ്പോൾ അയാൾ GST ഈടാക്കുന്നില്ല കസ്റ്റമറിന്റെ അടുത്തുനിന്ന്, പകരം അയാൾ അടക്കുകയാണ് ഈ പറഞ്ഞ 1%. അപ്പൊ ശരിക്കും അവിടെ ആൾക്ക് നഷ്ടം വരുന്നില്ലേ? ഹോട്ടലിന്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ, ഈ എന്താ പറയാ, ഈ GST ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ള സ്ഥലത്തൊന്നും ആയിരിക്കില്ല അവരുടെ ഈ ബിസിനസ്. അങ്ങനെ ആകുമ്പോഴാണ് ശരി. കാരണം അവിടെ കോമ്പോസിഷൻ ആണെങ്കിലും അല്ലെങ്കിലും 5%, കോമ്പോസിഷൻ ആണെങ്കിലും അല്ലെങ്കിലും 5%. ഹോട്ടലിന്റെ കേസിൽ ITC എടുക്കാനും പറ്റൂല. പക്ഷെ ഒരു ഹോട്ടലുകാരനെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ കോമ്പോസിഷൻ അല്ലെങ്കിൽ അവൻ ആരെടുത്തുനിന്ന് വാങ്ങാം, കസ്റ്റമർ അടുത്ത് വാങ്ങാം. അപ്പൊ നമ്മൾ 100 രൂപയുടെ ഫുഡ് കഴിച്ചാൽ 105 അവന് കസ്റ്റമർ അടുത്ത് വാങ്ങിയിട്ട് ഗവൺമെന്റിലോട്ട് കൊടുക്കാം. അവൻ കോമ്പോസിഷൻ എടുത്താൽ വേറെ ഗുണമൊന്നുമില്ല, അവൻ 105 കൊടുക്കും വേണം, എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർ അടുത്ത് വാങ്ങാൻ. പിന്നെ പല ഹോട്ടലും ഇത് എടുക്കാതിരിക്കേണ്ട കാരണം സാർ ആദ്യം പറഞ്ഞതായിരിക്കും, അത് കാണിക്കുന്നുണ്ടാവില്ല, ഒന്നെങ്കിൽ അതായിരിക്കും ഹോട്ടലിന്റെ കേസിലൊരു ഒരു കേസിൽ വരുന്നത്. മറ്റ് ബിസിനസ്സിൽ പക്ഷെ ഭയങ്കര ഡിഫറൻസ്. കാരണം 18, 12, 5 ഒക്കെ വരുന്ന GST കസ്റ്റമറിന് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്. B2B ഇല്ലെങ്കിൽ, B2C കസ്റ്റമറെ സംബന്ധിച്ചോളം അവനെന്ത് GST, അവനെന്ത് ഇത്, അവൻ MRPക്ക് പൈസ സാധനം വാങ്ങി പോവായിരിക്കും. അപ്പൊ അത്തരം കേസുകളിൽ ചെറുകിട ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇതായിരിക്കും. ഗവൺമെന്റ് കുറച്ചൊക്കെ കണ്ണടക്കുന്നതാണ്, ഇവരൊന്നും ഫുള്ളി എന്ത് ചെയ്യൂല, കൊടുക്കൂല, ക്യാഷിനൊന്നും. ഈ സിസ്റ്റം ഇങ്ങനെ പോകണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കണ്ണടക്കണമല്ലോ, ആ ഒരു സിറ്റുവേഷൻ ആണ്. ഇനി നമുക്ക് ടാക്സിൽ നിന്ന് ഒന്നങ്ങ് വഴിമാറിയിട്ട്
ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. അതിൽ ആദ്യത്തേത് രജിസ്ട്രേഷനെ കുറിച്ച്. പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ കേൾക്കാറുണ്ട്, LLP നമ്മൾ കേൾക്കാറുണ്ട്. പല ആളുകളും ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്യാം. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും അത് കേൾക്കാൻ നല്ല ഗുമ്മുണ്ടെന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതിലേതൊക്കെ ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആവുക? ഇതല്ലാതെയുള്ള രജിസ്ട്രേഷൻസ് ഉണ്ടോ? നമുക്കിതൊരു വേറെ രീതിയിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷാസിനൊരു ബിസിനസ് തുടങ്ങണം. ഷാസിനൊരു പാൻ ഉണ്ട്, ബിസിനസ് ഇല്ലെങ്കിൽ പാൻ കാർഡ് ഉണ്ട്. ഒരു പാൻ കാർഡ് ഉണ്ട്. അപ്പോൾ ഷാസ് ഒരു ബിസിനസ് തുടങ്ങുന്നു, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആൾക്കാർ ചോദിക്കുമ്പോൾ ഷാസിന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു, പാന് കൊടുക്കുന്നു. അപ്പോൾ ഷാസിന്റെ പാനിലോട്ട് അത് വരും. ഇതിന് നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നാ പറയാം. ഒരാൾ സ്വന്തമായിട്ട് തുടങ്ങുന്ന ബിസിനസ്സിന് നമ്മൾ എന്ത് പറയും? പ്രൊപ്പറേറ്റർഷിപ്പ്. അപ്പോൾ നമ്മളുടെ ചെറിയ ബിസിനസ്സാണ്, വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത ബിസിനസ്സാണ്, വലിയ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മതി. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് ലാബിലിറ്റി അൺലിമിറ്റഡാണ്. അതായത് ഷെയാസ് ഈ ബിസിനസ് കൊണ്ട് എന്തെങ്കിലും നഷ്ടമോ കാര്യങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും ബാധ്യത ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയത് മാത്രമല്ല, ഷെയാസിൻ്റെ എല്ലാ അസറ്റിന്മേലും അവർക്ക് എന്തുണ്ടാവും, അവർക്ക് അതിനൊക്കെ എതിരെ അവർക്ക് എന്താ പറയുക, കോടതി പോകാനും കേസ് കൊടുക്കാനും. അതായത് അയാൾക്കുണ്ടായ നഷ്ടം നികത്താൻ എൻ്റെ കയ്യിലുള്ള ഈ പാനുമായി ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിലുള്ള എല്ലാ പൈസയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ ബിസിനസ് ഉണ്ടാക്കി ഇല്ല. അതുകൊണ്ടാണ് അതിനെ അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരു ലിമിറ്റ് ഇല്ല. എനിക്ക് ഇതിന്റെ ബിസിനസ് എന്നല്ല, ഇതിന്റെ വാപ്പ വന്നാണ്, ഇതെനിക്ക് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായി കിട്ടിയതാണ്, അതുകൊണ്ട് ഇത് എടുക്കരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എത്രയാണോ ലാബിലിറ്റി, അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളെടുത്തുണ്ടോ അതെല്ലാം വിറ്റിട്ട് നമ്മൾ പാപ്പരാഗോളം എന്ത് ചെയ്യും, നമ്മളെടുത്തുനിന്ന്. അതാണ് ഈ പാപ്പരായി എഴുതി കൊടുത്തു എന്ന് പറയുന്നത്. അതായത് ചില കേസുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം മുൻകൂട്ടി കണ്ടാൽ എന്ത് ചെയ്യും, അവരവരുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എഴുതി മാറ്റും. എന്നിട്ട് അവരങ്ങ് പാപ്പരാകും. പിന്നെ തരാനില്ല എന്നുള്ള അതുവരെ പോകുന്നില്ല. പാപ്പരാകുന്നത് വരെ എന്ത് ചെയ്യും, നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ പിടിക്കാൻ പറ്റുന്നുള്ള. പക്ഷെ ചെറിയൊരു ബിസിനസ് ആണ്, വേറെ ആരും ഇൻവോൾവ് ചെയ്യുന്നില്ല, ഫ്രീലാൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മതി, വെറുതെ ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഒരു ഫോമാണ് പാർട്ണർഷിപ്പ് ഫേം. അവിടെ എന്താണ്, മാറ്റമൊന്നുമില്ല, ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ ആളുകൾ, ഞാനും ഷെയാസും കൂടെ, അല്ലെങ്കിൽ ഷെയാസിന്റെ ഒരു ഫ്രണ്ടും കൂടെ, അല്ലെങ്കിൽ ഷെയാസിന്റെ വൈഫും കൂടെ ഒരുമിച്ച് ഒരു ബിസിനസ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ, രണ്ടുപേരുണ്ടാവും, മിനിമം രണ്ടുപേരുമാണ് പാർട്ണർഷിപ്പ് ആണ്. ഇതിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയാം. ഇവിടെ ശരിക്കും ഒരു അഗ്രിമെന്റ് ബേസിസിലാണ്, നിങ്ങൾ തമ്മിലൊരു അഗ്രിമെന്റ് ഉണ്ടാവും. ആ അഗ്രിമെന്റിൽ എന്തൊക്കെ ഉണ്ടോ, പലരും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ് ഒന്നും വായിക്കൂല, അത് സിയക്കാരനോടോ എന്താ ഉണ്ടാക്കാൻ പറയും. പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും ഇവർ അഗ്രിമെന്റ് കാണുന്നുണ്ടാവും. അപ്പൊ അതിൽ അഗ്രിമെന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അഗ്രിമെന്റിൽ ഓരോരുത്തരുടെയും റൈറ്റ് പറയുന്നുണ്ടാവും, ആർക്കാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ അഗ്രിമെന്റിന് അവിടെ ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ നടത്തുന്ന ബിസിനസ്സാണ് ഇത് പാർട്ണർഷിപ്പ് ഫേം. ഇവിടുത്തെ മാറ്റം, ഇവിടെ ഈ ബിസിനസ്സിനൊരു പേരും അതിനൊരു വേറെ പാനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പാനുമായിട്ടല്ല. അപ്പോൾ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാൻ ഉണ്ടാവും, ഫ്രണ്ടിന് വേറെ പാൻ ഉണ്ടാവും, അത് വേറെ തന്നെയാണ്. ഈ ബിസിനസ്സിന് വേറൊരു പാൻ നമ്പർ ഉണ്ടാവും, ഫേം എന്നുള്ള രീതിയിലൊരു പാൻ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെയും പ്രശ്നം ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും, ഈ രണ്ട് പാർട്ട്നേഴ്സും അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നാൽ ഈ പറയുന്ന ഇതിന് പിന്നിലുള്ള പാർട്ട്നേഴ്സിന്റെ എല്ലാവരുടെയും പൈസ അസറ്റ് എല്ലാം അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര റിസ്ക് ആണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ഒരു സംഭവമാണ് ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ലിമിറ്റഡാ, ലാബിലിറ്റി ലിമിറ്റഡാ. അവിടെ ഇപ്പോൾ ഷെയാസിന്റെ ഫ്രണ്ടും കൂടെ ഒരു കമ്പനി ആയിട്ട് തുടങ്ങുക. അപ്പോൾ കമ്പനി ആയിട്ട് തുടങ്ങുന്ന സമയത്ത് ഷെയാസ് പറയാണ്, ഞാൻ 1 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവൻ 1 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിനപ്പുറത്തോട്ട് ഇനി ബാങ്ക് അല്ല വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ നിങ്ങളുടെ ലാബിലിറ്റി. നിങ്ങൾ ചിലപ്പോൾ കോടിക്കണക്കിന് ബിസിനസ് ചെയ്യുന്നുണ്ടാവും, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ആ കമ്പനിയോടുള്ള ലാബിലിറ്റി ഇത്രേ ഉള്ളൂ. നിങ്ങളും കമ്പനി വേറെയാ, കമ്പനി വേറെ തന്നെയാണ്. പാർട്ണർഷിപ്പ് ഫേം കുറെയൊക്കെ നമ്മൾ വേറെ എന്ന് പറയാം, പക്ഷെ അവിടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ ശരിക്കും വേറെയാ, ഇവിടെയും വേറെ പാൻ ഉണ്ടാവും. പക്ഷെ കമ്പനിയുടെ കേസിലുള്ള ഒരു പ്രശ്നം, ഇത് ഇത്രയും പബ്ലിക്കിന് കുറച്ച് റിസ്ക് അല്ലേ അത്, അല്ലേ? കാരണം അവരുടെ ലാബിലിറ്റി അവർക്ക് ലിമിറ്റഡ് ആണ്. അപ്പൊ എനിക്ക് ഇവരിറക്കിയ പൈസയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ എനിക്ക് ഈ കമ്പനിയാറ് നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത് മാത്രമേ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണ്ടുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊപ്പറേറ്റർഷിപ്പും ഫേമും ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്. അവിടെ ആകെ നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ആണ്, വേറെ ഒന്നുമില്ല. ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ മാത്രം അടച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഒരു ലാബിലിറ്റി പ്രശ്നം ഉള്ളത് കൊണ്ട്
ഇവിടെ ഗവൺമെന്റ് ഒന്നും കൂടെ നമ്മുടെ പേരിൽ അവരൊന്നും കൂടെ നോക്കും, ശ്രദ്ധിക്കും. അപ്പോൾ അവർ കുറച്ച് ഫോംസ് കാര്യങ്ങൾ ഫയൽ ചെയ്യണം. ഇൻകം ടാക്സിന് പുറമെ നമ്മൾ ROC എന്ന് പറയും, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അവിടെയും വർഷം നമ്മൾ എന്ത് ചെയ്യണം, കണക്ക് ബോധിപ്പിക്കണം, ഫോംസ് ഫയൽ ചെയ്യണം. നമ്മുടെ KYC ഫയൽ, KYC എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ വർഷം ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കണം. അങ്ങനത്തെ കുറച്ച് കംപ്ലൈൻസ് ഉണ്ട്. പിന്നെ ഇത്തരം മീറ്റിംഗ് കൂടണം വർഷത്തിൽ. പിന്നെ അങ്ങനെ ഒരുപാട് കംപ്ലൈൻസസ് അവിടെ ഉണ്ട്. ഈ കംപ്ലൈൻസസ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള എമൗണ്ടുകൾ അല്ലെങ്കിൽ അതിന്റെ പെനാൽറ്റികളൊക്കെ വലിയ എമൗണ്ടുകളാണ്. അപ്പോൾ ഗവൺമെന്റ് ഒന്നും കൂടെ നമ്മളെ നോക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അതിനുള്ളൊരു ടീം, അതിനുള്ളൊരു ശ്രദ്ധ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പനിയിലോട്ട് വെറുതെ ഇൻകോപ്പറേറ്റ് ചെയ്ത് മാറി നിൽക്കരുത്. നമുക്ക് അതിനുള്ളൊരു ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് നോക്കാനുള്ളൊരു ടീം നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് കമ്പനിയിലോട്ട് പോവുക. ഇനി LLP പറയാം. LLP ശരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2008 ആദ്യമായിട്ട് LLP വരുന്നത്. അപ്പോൾ കമ്പനിയുടെ കംപ്ലൈൻസസ് ഭയങ്കര കൂടുതലാണ് അല്ലേ. പാർട്ണർഷിപ്പ് ഫേം ഉണ്ടോ, ജസ്റ്റ് ഒരു അഗ്രിമെന്റിന്റെ പുറത്ത് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു മിക്സ് ആണ് നമ്മളൊരു സങ്കരയിൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഇതിന്റെ ഒരു മിക്സ് ആണ് ശരിക്കും ഏത് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം. അവിടെ ലാബിലിറ്റി ലിമിറ്റഡും എന്നാൽ ഇവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനും അഗ്രിമെന്റിന്റെ ബേസിലും ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന മറ്റൊരു രൂപമാണ് ഇത് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ. അതിൽ ശരിക്കും ഒരു കമ്പനിയെക്കാളും കംപ്ലൈൻസസ് കുറവായിരിക്കും, പെനാൽറ്റീസും അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഇവിടെയും ഈ പറയും പോലെ 2 അതോറിറ്റിയും നമ്മൾ നോക്കുന്നുണ്ടാവും. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നുള്ള ROC ഫയലിംഗ് അവിടെയും നടത്തണം, ഇൻകം ടാക്സും നടത്തണം. അപ്പോൾ കുറച്ച് ഇങ്ങനെ പറയാം, നമുക്ക് കംപ്ലൈൻസസ് കുറവുള്ളത് പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പ് ഫേമും. പക്ഷേ ലാബിലിറ്റി എന്നുള്ള അൺലിമിറ്റഡ് റിസ്ക് അവിടെയുണ്ട്. കംപ്ലൈൻസ് കുറച്ചും കൂടെ കൂടുതലാണ് ഇവിടെ LLPയിൽ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതലാണ്. പിന്നെ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ലിമിറ്റഡ് പിന്നെ ആക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുറത്ത് നമ്മളുടെ ഒരു ഉദ്ദേശം ഭാവിയിൽ ഈ കമ്പനി ഭയങ്കര വലുതാക്കണം, പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സ് വരണം, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വരണം. അവരൊക്കെ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഏതാണ്, കമ്പനിയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ അവിടെ ഷെയർസ് ഒക്കെ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാം, അവർക്ക് പെട്ടെന്ന് കമ്പനിയിലോട്ട് ഇന്നാവാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളൊരു പുതിയൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമുക്ക് പല സ്റ്റാർട്ടപ്പുകളും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ലിസ്റ്റിങ്ങിന് പോകണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫോം എന്തായിരിക്കും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പക്ഷെ അവിടെ നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻ ആയിരിക്കണം, കുറച്ചും കൂടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതിലോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു കമ്പനിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഒരു എംപ്ലോയി ആയിട്ട് അത് മാസം ശമ്പളം കൊടുത്ത് നിയമിക്കേണ്ട ഘട്ടം വരുന്ന എപ്പോഴാണ്? എല്ലാ കമ്പനികൾക്കും അങ്ങനെ ഇല്ലല്ലോ, ചില കമ്പനികൾക്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാം, നമ്മൾ ഒരുപാട് കമ്പനീസിൻ്റെ ഓഡിറ്റ് ചെയ്യും. ഇതൊക്കെ ചെറുകിട കമ്പനീസ് ആയിരിക്കും, എപ്പോഴും ചെറുകിട. ആ കമ്പനിയുടെ ഫൈനാൻസ് തന്നെ നോക്കാൻ എപ്പോഴും അതിൻ്റെ ഒരു വോളിയം കൂടുമ്പോൾ, ആ വോളിയം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10-50 കമ്പനികൾ നമ്മുടെ ഫേം നോക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടാവുള്ളൂ എനിക്കറിയാലോ. ഒരു കമ്പനിയിലോട്ട് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ശ്രദ്ധ വേണം എന്ന് ആവശ്യമാവും വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് അവിടെ CA വേണം. അതാ കമ്പനിയുടെ വലുപ്പവും ആ കമ്പനിയുടെ അനുസരിച്ച് അവർക്ക് തന്നെ CA വേണം, അവർക്ക് തന്നെ കമ്പനി സെക്രട്ടറി വേണം. അപ്പൊ അങ്ങനെയാണ് ശരിക്കും അത് തരും. അല്ലാതെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരാളുടെ ഒരു ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ ആ കമ്പനി നഷ്ടത്തിലാണ് ഓടുന്നതെങ്കിൽ അവിടെ അയാൾക്ക് ടാക്സ് വരുന്നില്ല. ഇനിയിപ്പോൾ ലാഭത്തിലാണ് ഓടുന്നത്, എന്നാലും എനിക്ക് നിയമപ്രകാരം പറയുന്ന ടാക്സ് മുഴുവൻ കൊടുക്കാതെ തലയൂരാനോ അല്ലെങ്കിൽ കുറച്ച് ടാക്സ് അടക്കാനോ ലീഗലായിട്ട് തന്നെ എന്തെങ്കിലും ലൂപ്പ് ഹോളുകൾ ഉണ്ടോ? ഇപ്പോൾ കമ്പനി LLP ഒക്കെയാണ് അല്ലെങ്കിൽ ഫേം ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അത് ടാക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. കമ്പനിയാണെങ്കിൽ ഓഡിറ്റും നിർബന്ധം. ഇപ്പോൾ ഫേം LLP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് കഴിഞ്ഞാലേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യേണ്ട നിർബന്ധമുള്ളൂ. പക്ഷെ കമ്പനി അങ്ങനെയല്ല. ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം, ഇത് സർട്ടിഫൈ ചെയ്യണം, ഇത് കറക്റ്റ് തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വരവ് ചെലവ് കണക്ക്, ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. പിന്നെ ആസ്തി, നമ്മുടെ അസറ്റും ലാബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, ഇതാണ് ഫൈനാൻഷ്യൽ. ഇത് രണ്ടുമാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇത് ശരിക്കും നിയമപ്രകാരം പറയുന്നത്
ഇത് ആരാണോ ബിസിനസ് നടത്തുന്നത് അവർ തന്നെ പ്രിപ്പയർ ചെയ്യണം, അവരുടെ സ്റ്റാഫ് അവർ പ്രിപ്പയർ ചെയ്യണം. ഈ പ്രിപ്പയർ ചെയ്ത സാധനം ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വെരിഫൈ ചെയ്യാം, ഇത് കറക്റ്റ് ആണോ അല്ലേ, ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കാം. അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് നോക്കാം. ഈ ഓഡിറ്റ് കമ്പനിക്ക് നിർബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലെസ് കംപ്ലയൻസ് പറയുന്ന മറ്റൊന്ന് LLPക്ക് നിർബന്ധമില്ല. 40 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷം ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ ഓഡിറ്റ് ചെയ്യുന്നത് CA ആണെന്ന് പറയുമ്പോൾ അത് കമ്പനിയുടെ CA അല്ല, കമ്പനിയുടെ CA പറ്റൂല. അത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കമ്പനിയുമായി ബന്ധമുള്ളതോ കമ്പനിയുടെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റീവിന്റെ CA ഒന്നും പറ്റൂല. അവിടെയാണ് ഈ പ്രാക്ടീസിങ് CAs എന്ന് പറയുന്നത്. അതായത് അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യാൻ മെമ്പർഷിപ്പ് ICAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അപ്പോൾ ഒരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഉണ്ടോ? ഇല്ല, അങ്ങനെ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രമാണ് ഈ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇനി കമ്മിങ് ബാക്ക് ടു ലാഭം നഷ്ടം ടാക്സ് കൊടുക്കണോ? അപ്പോൾ നോർമലി നമ്മൾ എന്തായാലും എല്ലാ വർഷവും ലാഭവും നഷ്ടം നോക്കണമല്ലോ, നിർബന്ധമാണ്. അപ്പോൾ ഇത് ശരിക്കും കമ്പനി ആണെങ്കിലും LLPക്ക് ആണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഫോമുകൾ ഫയൽ ROC ഫോം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിത് കാണിക്കും വേണം. അപ്പോൾ ഈ ഡാറ്റയൊക്കെ അവിടെ ഉണ്ടാവും. ഇനി ടാക്സിൻ്റെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അതിനൊരു പെർസെൻറ്റേജ് ടാക്സ് ഉണ്ട്. ലോസ് ആണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യണം. അടുത്ത വർഷത്തെ പ്രോഫിറ്റ് നമുക്കത് ഡിഡക്ട് ചെയ്യാൻ ഇതൊക്കെ പറ്റും. ഇതൊക്കെയാണ് കമ്പനിയുടെയും ഫേമിൻ്റെയും ഒക്കെ കേസിൽ. ഇനി ഇൻഡിവിജ്വലും സാധാ പാർട്ണർഷിപ്പ് ഫേമും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് ഉള്ള കൂട്ടർ, ലാബിലിറ്റി ഉള്ള കൂട്ടർ, ഇവർക്ക് ശരിക്കും അതിലൊരു റിലാക്സേഷൻ ഉണ്ട്. ചില ബിസിനസ്സിനൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട്. ഗവൺമെൻറ്റിന് ഈ ബിസിനസ് തുടങ്ങുന്ന എല്ലാവരെയും പോയിട്ട് അവരുടെ എല്ലാവരും കറക്റ്റായിട്ട് ടാക്സ് അടക്കണ്ടോ നോക്കുക എന്ന് പറഞ്ഞത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അവർ കുറച്ചൊരു ഒരു കണ്ണടക്കൽ അല്ലെങ്കിൽ ഒരു ബാർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പറയുന്നത് ഇപ്പോൾ ഒരു 3 കോടി വരെ ടേൺ ഓവറുള്ള ആൾക്കാർ സെയിൽസ് 3 കോടി വരെ സെയിൽസ് ഒരു വർഷം വിറ്റുവരവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, മൊത്തം നമുക്ക് വരുന്ന ഇൻകത്തിനെയാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ ആ ഉള്ള ആൾക്കാർ അവരുടെ മൊത്തം ഇൻകത്തിൻ്റെ ബാങ്കിലൂടെ വന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6% അവർ ഇൻകമായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് പറയുകയാണ് നിങ്ങൾ പിന്നെ എക്സ്പെൻസ് ബുക്ക് കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, 50 രൂപക്ക് എന്തെങ്കിലും എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൗച്ചർ വേണമെന്ന് നിയമം, രേഖ വേണം. അല്ലാതെ ചുമ്മാ നമുക്ക് കണക്കിൽ കാണിച്ചുകൊണ്ട് മാത്രമല്ല, ഇതിന് സപ്പോർട്ടിങ് വേണം. അപ്പം അവർ പറയുന്നത് അവർക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റ് ശരിക്കും 1 കോടിക്ക് മേലെ ഇങ്ങനെ ഇതുപോലെ ഇൻകം ഉള്ള ആൾക്കാരൊക്കെ ഒരു CA ഓഡിറ്റ് ചെയ്യണം. വേറെ ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ്, നേരത്തെ പറഞ്ഞ ഓഡിറ്റ് അല്ല, ടാക്സ് ഓഡിറ്റ് ചെയ്യണം എന്നാണ് നിയമം. പക്ഷെ ഇങ്ങനെ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതി ഉണ്ടല്ലോ, ഈ 3 കോടി വരെ ബാങ്കിൽ വരികയാണെങ്കിൽ 6%, അല്ലാതെ വരികയാണെങ്കിൽ അതിന്റെ 8%, ഇൻകം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം കാണിക്കാന്ന് പറയുമ്പോൾ അതായത് പ്രോഫിറ്റ് ചിലപ്പോൾ അവർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 1 കോടിയാണ് എൻ്റെ ടോട്ടൽ വരുമാനം എന്ന് വിചാരിക്കുക. ബിസിനസിൻ്റെ ആണ്, പ്രൊഫഷൻ അത് വേറെയാണ് കേട്ടോ. ഇപ്പോൾ 1 കോടിയാണ് ഞാൻ ഒരു ബിസിനസ് നടത്തുന്നത്, 1 കോടിയാണ് എനിക്ക് ടോട്ടൽ വരുമാനം. ശരിക്കും എനിക്കൊരു 15 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട് അതിൽ നിന്ന് വിചാരിക്കുക. 15 ലക്ഷത്തിന് അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഇനി എനിക്ക് എന്ത് ചെയ്യാം, വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 1 കോടിയുടെ ബാങ്കിലൂടെ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ 6% എന്ന് പറഞ്ഞാൽ എത്ര വരുള്ളൂ, 6 ലക്ഷം. 6% മാത്രം ഞാൻ എൻ്റെ ഇൻകം ആയിട്ട് എനിക്ക് ഡിക്ലെയർ ചെയ്താൽ മതി, പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. അതിനപ്പുറത്തേക്കുള്ളത് ചെയ്യണ്ട. അപ്പൊ എന്റെ യഥാർത്ഥ പ്രോഫിറ്റ് 15 ലക്ഷം ആണെങ്കിൽ 6 ലക്ഷം ടാക്സ് കൊടുത്താൽ മതി. 6 ലക്ഷത്തിന് ടാക്സ് ഇല്ലല്ലോ, കാരണം 12 ലക്ഷം വരെ ടാക്സ് ഇല്ല. എനിക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി 2 കോടി വരെ ആണെങ്കിലും 12 ലക്ഷം വരുന്നുള്ളൂ. 12 ലക്ഷം വരെ ഇന്ത്യയിലെ ഒരാൾക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ലിറ്ററലി ആള് വരുന്ന കിട്ടിയ ലാഭത്തിന് അയാൾ ടാക്സ് കൊടുക്കുന്നില്ല. ഈ ഒരു സ്കീം ശരിക്കും ഇൻകം ടാക്സിലുണ്ട്, ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര ഇൻകം ഉള്ളവർക്ക് പറ്റില്ല. ഒന്നാമത് അറിയോ, ഈ 6% പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇത് ഇപ്പോൾ ഒരു 10 കോടി ഉള്ള ഒരാൾക്ക് 6% കാണിച്ചാൽ ഭയങ്കര എമൗണ്ട് ആയി അല്ലേ. അപ്പൊ അതിന് ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. പക്ഷെ ചില ബിസിനസ്സുകൾക്ക് ഇത് പറ്റും. എഡ്യൂക്കേഷൻ ബിസിനസ്സിനൊക്കെ ഇത് പറ്റും. അവർക്ക് 6% കൂടുതലൊക്കെ ഉണ്ടാവും അല്ലേ. ചെറുകിട ബിസിനസ് നടത്തുന്ന, കോച്ചിങ് നടത്തുന്ന ആൾക്കാരൊക്കെയാണ്, ഫ്രീലാൻസ് നടത്തുന്ന ആൾക്കാരാണ്. അവർക്ക് ഭയങ്കര ഈസിയാണത്, അവർക്ക് ഇത് കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു റിലാക്സേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് 1 മണിക്കൂറിൽ ഞാൻ കൊണ്ടുവന്ന എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു തീർക്കാനാണ്, പക്ഷെ പറ്റിയിട്ടില്ല. പക്ഷേ താങ്കളുടെ വിലപ്പെട്ട സമയവും ഈ സ്റ്റുഡിയോയുടെ സമയമൊക്കെ അടുത്ത ടീമോടെ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്കിത് ഒഴിഞ്ഞു കൊടുക്കണം.
പക്ഷേ ഇത് കാണുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. സാർ നമ്മുടെ അടുത്ത ആളാണ്, തിരക്കുകളുണ്ടെങ്കിലും മാറ്റി വെച്ച് അദ്ദേഹം വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. എന്നാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിലും ഒരുപാട് കാര്യങ്ങൾ, കൂടുതൽ ക്ലാരിറ്റി കിട്ടിയ കാര്യങ്ങളുണ്ട്, പുതുതായിട്ട് അറിഞ്ഞ കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് വാസ് എ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു. തീർച്ചയായിട്ടും രസേനു. ഓക്കെ, ശരി.